Hello dear students. നമ്മളുടെ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചായിരുന്നു. എന്താണ് റൊട്ടേഷണൽ സ്പെക്ട്ര, എങ്ങനെ റൊട്ടേഷണൽ സ്പെക്ട്ര അറൈസ് ചെയ്യുന്നു, ആൻഡ് റൊട്ടേഷണൽ സ്പെക്ട്ര നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഫോർ എ പെർട്ടിക്കുലർ മോളിക്യൂൾ, ഒരു മോളിക്യൂൾ എപ്പോഴാണ് റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സോ റൊട്ടേഷണൽ സ്പെക്ട്ര നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരുന്നു. Then we came to the need for a dipole moment. Dipole moment ഉള്ള മോളിക്യൂൾസ് മാത്രമേ റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്, എന്ത് ഇൻട്രാക്ഷനാണ് ആ ഒരു മോളിക്യൂളും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും തമ്മിൽ നടക്കുന്നത്, ടു ഗിവ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു റിജിഡ് റൊട്ടേറ്റർ എന്നുള്ള ഒരു കേസിൽ നമ്മളൊരു മോളിക്യൂളിനെ അസ്യൂം ചെയ്ത് അതിൻ്റെ എനർജി ലെവൽസ് എന്താണ്, ആ ഒരു കറസ്പോണ്ടിങ് റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യും, റൊട്ടേഷണൽ സ്പെക്ട്ര നമ്മൾ എങ്ങനെ ഒബ്സോർബ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അവിടെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു. റൊട്ടേഷണൽ സ്പെക്ട്ര ഓരോ സ്പെക്ട്രൽ ലൈൻസും 2b സ്പേസിംഗ് ഡിഫറൻസിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഓരോ റൊട്ടേഷണൽ ലൈൻസ് ഏത് ഇൻറ്റൻസിറ്റിയിൽ ഒബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നത് ഡെൽറ്റ എപ്സിലോൺ ജെ വാല്യൂ will be equal to 2b, 4b, 6b എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സോ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്ര അറൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന സ്പെക്ട്രയുടെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ചാണ്. വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി ഓഫ് റൊട്ടേഷണൽ ലൈൻസ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യും ദ ഇൻറ്റൻസിറ്റി ഓഫ് റൊട്ടേഷണൽ ലൈൻസ്. ഓൾറെഡി ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ we have mentioned about various factors that affect the intensity of spectral lines. ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ട്രാൻസിഷൻ മൊമെൻറ്റ് ഇൻ്റഗ്രലിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ എല്ലാം ബേസിൽ നമുക്ക് ഇൻറ്റൻസിറ്റി പറയാൻ പറ്റുന്നു. ട്രാൻസിഷൻ മൊമെൻറ്റ് ഇൻ്റഗ്രൽ നോൺ സീറോ ആകുന്ന ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ്. അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസിൽ പറയാൻ പറ്റും, നമ്മളുടെ സെലക്ഷൻ റൂൾസ് ഫോളോ ചെയ്യുന്ന ട്രാൻസിഷൻസ് എല്ലാം അലൗഡ് ട്രാൻസിഷൻസ് ആയിരിക്കും, അതിൻ്റെ എല്ലാം ഇൻറ്റൻസിറ്റി വളരെ ഹയർ ആയിരിക്കും എന്നുള്ളത്. റൊട്ടേഷണൽ സ്പെക്ട്രയിലും അതുതന്നെയാണ്. റൊട്ടേഷണൽ സ്പെക്ട്രൽ ലൈൻസ് ഇൻറ്റൻസ് ആകണമെങ്കിൽ ട്രാൻസിഷൻസ് എല്ലാം സെലക്ഷൻ റൂൾ ഫോളോ ചെയ്യണം. സോ റൊട്ടേഷണൽ സ്പെക്ട്രയുടെ സെലക്ഷൻ റൂൾ ഇസ് ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-1. ഇതാണ് നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രയിലെ സെലക്ഷൻ റൂൾ വരുന്നത്. ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ഡിഫറൻസ് നമ്മൾ ഏത് ട്രാൻസിഷനാണ് കൺസിഡർ ചെയ്യുന്നത്. പല റൊട്ടേഷൻ ലെവൽസ് ഉണ്ടാവും. ഈ റൊട്ടേഷൻ ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുമ്പം ഡെൽറ്റ ജെ +or-1 ആയിട്ടുള്ള ട്രാൻസിഷൻസ് മാത്രമേ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആയിട്ട് റൊട്ടേഷൻ സ്പെക്ട്രൽ നമ്മൾ പറയുള്ളൂ. ആ അലൗഡ് ട്രാൻസിഷൻസ് മാത്രമായിരിക്കും നമ്മുടെ റൊട്ടേഷൻ സ്പെക്ട്രയിൽ ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇത് ബേസിക് ആയിട്ട് നമ്മൾ ഏത് സ്പെക്ട്രോസ്കോപ്പി പറയുമ്പോഴും പറയുന്നതാണ്. സെലക്ഷൻ റൂൾ ഫോളോ ചെയ്യുന്ന ട്രാൻസിഷൻസ് ആയിരിക്കും ഇൻറ്റൻസ് ട്രാൻസിഷൻസ്, അല്ലാത്തതെല്ലാം ഫോർബിഡൻ ട്രാൻസിഷൻസ് ആയിരിക്കും. അതിൻ്റെ എല്ലാം ഇൻറ്റൻസിറ്റി വളരെ വീക്കായിരിക്കും, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യില്ല. ഇവിടെയും അലൗഡ് ട്രാൻസിഷൻസ് ഡെൽറ്റ ജെ +or-1 വരുന്ന കേസ് മാത്രമാണ്. സോ 0, 1, 2, 3, 4 ഇങ്ങനെ പല റൊട്ടേഷൻ ലെവൽസ് ഒന്ന് അസ്യൂം ചെയ്യുക. 0 to 1 ട്രാൻസിഷൻ പോസിബിൾ ആണ്, 1 to 2 ട്രാൻസിഷൻ പോസിബിൾ ആണ്, 2 to 3 ട്രാൻസിഷൻ പോസിബിൾ ആണ്, 3 to 4 ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ലോവർ സ്റ്റേറ്റിലേക്ക് 4 to 3 പോസിബിൾ ആണ്, 3 to 2 പോസിബിൾ ആണ്, 2 to 1 പോസിബിൾ ആണ്, 1 to 0യും പോസിബിൾ ആണ്. ഈ കേസിലെല്ലാം ഡെൽറ്റ ജെ വാല്യൂ +1 അല്ലെങ്കിൽ -1 വരുന്ന കേസുകളാണ് ഈ എല്ലാ ട്രാൻസിഷൻസ് എടുക്കുവാണെങ്കിലും. ഇങ്ങനെ ഡെൽറ്റ ജെ +or-1 വരുന്ന കേസിലുള്ള ട്രാൻസിഷൻസ് എല്ലാം അലൗഡ് ആണ്, അതിൻ്റെ എല്ലാം ഇൻറ്റൻസിറ്റി ഹൈ ആയിരിക്കും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. സോ നമ്മളിങ്ങനെ പ്രഡിക്ഷൻ നടത്തി, ഡെൽറ്റ ജെ +or-1 ഉള്ള ഏത് ട്രാൻസിഷനും നല്ല ഇൻറ്റൻസിറ്റി ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ജെ ഇസ് ഈക്വൽ ടു സപ്പോസ് 20ൽ നിന്ന്
J is equal to 21ലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് ഒരു മോളിക്യൂളിൽ കണ്ടു. അതുപോലെ തന്നെ J is equal to 6ൽ നിന്ന് J is equal to 7ലേക്ക് ഒരു ട്രാൻസിഷൻ നിങ്ങൾ ഒരു മോളിക്യൂളിൽ കണ്ടു. ഇത് രണ്ടും നിങ്ങൾക്ക് സെലക്ഷൻ റൂൾ അനുസരിച്ച് ഈക്വലി പ്രോബബിൾ എന്ന് പറയാൻ പറ്റും, ഈക്വലി ഇൻറ്റൻസിറ്റി ഉള്ളതായിരിക്കും എന്ന് പറയാൻ പറ്റും. ബിക്കോസ് സെലക്ഷൻ റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ജെ വാല്യൂ +or -1 അല്ലെങ്കിൽ ഡെൽറ്റ ജെ വാല്യൂ ഈ കേസിൽ രണ്ടും +1 ആണ് ഡെൽറ്റ ജെ വാല്യൂ. അതുകൊണ്ട് തന്നെ ഹൈ ഇൻറ്റൻസ് ട്രാൻസിഷൻസ് ആയിരിക്കണം ഇത് രണ്ടെന്നും നിങ്ങൾ പറയും. തിയറട്ടിക്കലി അത് ശരിയുമാണ്. പക്ഷേ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എല്ലാ ട്രാൻസിഷൻസും ഒരേ ഇൻറ്റൻസിറ്റി കാണിക്കില്ല. അലോ ട്രാൻസിഷൻസ് പോലും സെയിം ഇൻറ്റൻസിറ്റി കാണിക്കില്ല, ഹൈ ഇൻറ്റൻസിറ്റി കാണിക്കില്ല. അപ്പോൾ മനസ്സിലായി. രണ്ടാമതൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. ഒന്നാമത്തെ ഫാക്ടർ സെലക്ഷൻ റൂൾ, അവിടെ വരുന്നതാണ് അലൗഡ് ആൻഡ് ഫോർബിഡൻ ട്രാൻസിഷൻസ്. രണ്ടാമത്തെ കാര്യമാണ് population of each of the rotation states. റൊട്ടേഷൻ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു ചാട്ടം പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു മോളിക്യൂള് അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടുന്നു, അതായിട്ട് കൺസിഡർ ചെയ്യാം ഒരു എനർജി ലെവലിൽ നിന്ന് അടുത്ത എനർജി ലെവലിലേക്കുള്ള ഒരു ട്രാൻസിഷനെ. ഒരു സ്റ്റെപ്പിൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ആൾക്കാരില്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അതുതന്നെയാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു എനർജി ലെവലിൽ മോളിക്യൂൾസ് പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ ആ എനർജി ലെവലിൽ നിന്ന് അടുത്ത എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഇനി മോളിക്യൂൾസ് അവൈലബിൾ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്നില്ല. സോ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, പോപ്പുലേഷൻ എത്രയാണ് ആ ഒരു ലെവലിൻ്റെ പോപ്പുലേഷൻ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എ സ്പെക്ട്രൽ ട്രാൻസിഷൻ. ഏത് സ്പെക്ട്രൽ ട്രാൻസിഷൻ എടുത്താലും പോപ്പുലേഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. റൊട്ടേഷൻ സ്പെക്ട്രയുടെ കേസിലും പോപ്പുലേഷൻ എത്രയുണ്ട്, ഒരു സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ എത്രയുണ്ട്, ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ. ആ സ്പെക്ട്രൽ ലൈൻ്റെ അല്ലെങ്കിൽ ആ സ്പെക്ട്രൽ ട്രാൻസിഷൻ്റെ ഇൻറ്റൻസിറ്റിയെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് പോപ്പുലേഷൻ എന്നുള്ളത്, ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ. സോ ഇങ്ങനെ നിങ്ങൾ ഇവിടെ പല ട്രാൻസിഷൻസിനെ കുറിച്ച് പറഞ്ഞു. 0 to 1, 1 to 2, 2 to 3, 3 to 4 എന്നൊക്കെ പറഞ്ഞാൽ പല ട്രാൻസിഷൻസ് പറഞ്ഞു. ഇത് ഓരോ ട്രാൻസിഷനും പല ഇൻറ്റൻസിറ്റി ആകാൻ സാധ്യതയുണ്ട്. കാരണം പലതും പല പോപ്പുലേഷനിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഒരു സ്റ്റേറ്റിൽ എങ്ങനെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നു അത് പല രീതിയിലായിരിക്കും. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്കൽ ആസ്പെക്റ്റിൽ യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്ത് നമുക്കതിനൊരു ഇക്വേഷനുണ്ട്. ബോൾസ്മാൻ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ പോപ്പുലേഷൻസിൻ്റെ കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. സോ ഈ പോപ്പുലേഷൻ നമ്മൾ പറയുമ്പോൾ രണ്ട് ഫാക്ടേഴ്സിനെയാണ് അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലെവൽസ്, ഒരു ലെവലും അടുത്ത ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ. രണ്ടാമത്തേത് നമ്മുടെ ഡീജനറസി. ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റിൻ്റെ നിന്ന്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മോളിക്കുലർ സിസ്റ്റം, ഇത്രയുമാണ് എനർജി ഡിഫറൻസ്. വേറൊരു മോളിക്കുലർ സിസ്റ്റത്തിൻ്റെ ഇത്രയുമാണ് എനർജി ഡിഫറൻസ്, ലോവറും ഹയറുമായിട്ടുള്ള എനർജി ഡിഫറൻസ്. ഒബ്വിയസ്ലി ഈ കേസിൽ എനർജി ഡിഫറൻസ് വളരെ കൂടുതലാണ്. ആ ഒരു കേസിൽ പോപ്പുലേഷൻ ലോവർ ലെവലിലായിരിക്കും കൂടുതൽ വരിക ഹയർ ലെവലിനെക്കാട്ടും. ഇവിടെ എനർജി ഡിഫറൻസ് കുറവായതുകൊണ്ട് ഹയർ ലെവലിലും കാര്യമായി പോപ്പുലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് എനർജി ഡിഫറൻസ്. ഡീജനറസി നമ്മൾ റൊട്ടേഷണൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിൽ 2J+1 ആണ് ഡീജനറസി പറയുന്നത്. ഡീജനറസി കൂടുന്നതനുസരിച്ച് പോപ്പുലേഷൻ കൂടാനുള്ള സാധ്യത കൂടി വരും. സോ ദീസ് ടു ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് factors that determine the population of molecules in each of the rotational states. റൊട്ടേഷണൽ സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് എനർജി ഡിഫറൻസും ഡീജനറസിയും. നൗ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ J = 0 ലെവലും
വേറെ ഏതെങ്കിലും ജെ ലെവലും കൂടെ കൺസിഡർ ചെയ്യുക. 0th റൊട്ടേഷൻ ലെവലും ഹയർ റൊട്ടേഷൻ ലെവലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. ജെത്ത് ലെവലിലെ പോപ്പുലേഷൻ ദാറ്റ് ഈസ് എൻ ജെ. ജെ 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 100 ആകാം, 200 ആകാം, ഏത് വേണമെങ്കിലും ആകാം. എൻ ജെ വിൽ ബി ഈക്വൽ ടു n0. ജെ ഇസ് ഈക്വൽ ടു 0യിലെ പോപ്പുലേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഇ റേസ് ടു മൈനസ് ഇ ജെ ഡിവൈഡ് ബൈ കെ ടി. That is equal to n0 e raised to rotation energy levels in the case Ej will be equal to minus bhc into j plus 1 divided by kt. Degeneracy concept കൂടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പം 2j plus 1 ആണ് ഡീജനറസി. ജെത്ത് ലെവൽ 2j plus 1 ഡീജനറേറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ എൻ ജെ ഇസ് ഈക്വൽ ടു n0 into 2j plus 1 into e raised to minus bhc j into j plus 1 divided by kt. So ഈ ഇക്വേഷൻസ് രണ്ടെണ്ണം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എൻ ജെ is proportional to 1 by e raised to minus ej, e raised to ej, 1 by e raised to ej. Nj is proportional to 1 by e raised to b. Nj is proportional to 2j plus 1. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത്, നമ്മുടെ കറസ്പോണ്ടിങ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഡീജനറസിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഈ ഇക്വേഷൻസിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നമ്മുടെ ഈ റൊട്ടേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു ടേമാണ് നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ഉള്ളതെന്ന് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. റൊട്ടേഷണൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ വേരി ചെയ്യുമ്പോൾ എൻ ജെ മാറാൻ സാധ്യതയുണ്ട്, മാസ് വേരി ചെയ്യുമ്പോൾ എങ്ങനെ മാറാൻ സാധ്യതയുണ്ട്, ലെങ്ത്ത് വേരി ചെയ്യുമ്പോൾ ബോണ്ട് ലെങ്ത്ത് വേരി ചെയ്യുമ്പോൾ എങ്ങനെ മാറാൻ സാധ്യതയുണ്ട്, ജെ വാല്യൂ വേരി ചെയ്യുമ്പോൾ എങ്ങനെ മാറുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു റിലേഷൻസിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ നെറ്റിൽ ഫർദർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഗ്രാഫുകൾ കാണാൻ പറ്റും, അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും, ഇങ്ങനത്തെ റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഒരു ജെത്ത് ലെവലിലെ പോപ്പുലേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് n0 ഇൻറ്റു 2j plus 1 ഇൻറ്റു e raised to minus ej ഡിവൈഡ് ബൈ kT എന്ന് പറഞ്ഞുള്ള പെർട്ടിക്കുലർ ടേം യൂസ് ചെയ്തിട്ടാണ്. ഇതിനകത്ത് k is the Boltzmann's constant, T is the temperature. Boltzmann constant നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയായിരിക്കും, 1.2 into 10 raised to minus 23 ആണ് വരിക. ടെമ്പറേച്ചർ ഇസ് നമ്മൾ കെൽവിനിൽ എത്രയാണ് ടെമ്പറേച്ചർ, ആ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ എങ്ങനെ ഇത് വേരി ചെയ്യുന്നുള്ളതും ഓർത്തിരിക്കുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ഒരു കറസ്പോണ്ടിങ് പോപ്പുലേഷന്. സോ വെൻ പോപ്പുലേഷൻ ഈസ് മാക്സിമം, ഒരു പർട്ടിക്കുലർ ലെവലിൽ പോപ്പുലേഷൻ മാക്സിമം ആകുമ്പോൾ ഡി എൻ ജെ ഡിവൈഡഡ് ബൈ ഡി ജെ, അതിൻ്റെ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ് വിൽ ബി ഈക്വൽ ടു 0. നമ്മൾ മാത്തമാറ്റിക്സിൽ പറയുന്നതാണ് ഒരു ഫംഗ്ഷൻ്റെ മാക്സിമ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി എന്നുള്ളത്. സോ ഇവിടെയും ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മാക്സിമ അല്ലെങ്കിൽ മിനിമ പോയിൻറ്റ്സ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പം എൻ ജെ ഡിവൈഡ് ബൈ ഡി ജെ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ മാക്സിമം പോപ്പുലേഷൻ. ഏത് ജെ വാല്യൂലാണ് മാക്സിമം പോപ്പുലേഷൻ കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഡെറിവേറ്റീവ് നിന്ന് കിട്ടും. ദാറ്റ് ജെ വാല്യൂ ഇസ് ഈക്വൽ ടു
root of KT divided by 2BHC, root of KT divided by 2BHC minus 1 by 2. This is the J value at which you have the maximum population. The level nearest to this J value will have the maximum population. Hence, the transition originating from the level having J value, this J value will have the maximum intensity. So, ഈ ഒരു J value ൽ നിന്ന് നടക്കുന്ന transition ആയിരിക്കും maximum intensity ഉള്ള transition. Because of the high population. Maximum population ഉള്ള level ൽ നിന്ന് നടക്കുന്ന transition will be having maximum intensity. So, അവിടെയും ആ transitionന്റെ delta J value will be plus or minus 1. അത് selection rule അനുസരിച്ച് നടക്കുന്നത്. ആ ലെവലിൽ നിന്ന് നടക്കുന്ന transition when it is obeying the selection rule obey ചെയ്യുന്ന transition ആണെങ്കിൽ അതായിരിക്കും maximum intensity ഉള്ള transition. നമ്മൾ rotational transitions consider ചെയ്യുമ്പോൾ. So, ഇവിടെ നോക്കുമ്പോൾ അറിയാം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ corresponding J value. So, that is all regarding the intensity of rotational spectral lines. Rotational spectral lines എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്, സെലക്ഷൻ റൂളും പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്സും. പോപ്പുലേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സെലക്ഷൻ റൂൾ ഡെൽറ്റ ജെ പ്ലസ് ഓ മൈനസ് 1 ആയിരിക്കണം. പോപ്പുലേഷൻ രണ്ട് കാര്യത്തിനെയും മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡെൽറ്റ ഇനെയും അതുപോലെ തന്നെ ഡീജനറസിനെയും. പിന്നെ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടൊരു ഇക്വേഷനിൽ അറൈവ് ചെയ്തു മാക്സിമം ജെ വാല്യൂ. ഏത് ജെ വാല്യൂവിലാണ് മാക്സിമം പോപ്പുലേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്, ഏത് റൊട്ടേഷൻ ലെവലിലാണ് മാക്സിമം പോപ്പുലേഷൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ളത്, ആ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റൂട്ട് ഓഫ് കെ ടി ഡിവൈഡ് ബൈ 2BHC മൈനസ് 1/2. ഈ ഒരു റൊട്ടേഷൻ ലെവലിൽ നിന്ന് നടക്കുന്ന ട്രാൻസിഷൻ വിൽ ബി having the maximum intensity ഉള്ള ട്രാൻസിഷൻ ഈ ഒരു ജെ വാല്യൂവിൽ നിന്ന് നടക്കുന്ന ട്രാൻസിഷൻ ആയിരിക്കും. So that is all regarding the intensity of rotational lines. Thank you.